മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇടുക്കിയിൽ കോൺഗ്രസിനോടിടഞ്ഞ് മുസ്ലിം ലീഗ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 3 വാർഡുകളിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും. കോൺഗ്രസ് മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഈ തീരുമാനം. 7, 16 വാർഡുകളിലും രാജാക്കാട് പഞ്ചായത്തിലെ 9ാം വാർഡിലുമാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നെടുങ്കണ്ടത്തെ 2 വാർഡുകളിൽ ലീഗാണ് മത്സരിച്ചത്. ഇതോടൊപ്പം രാജാക്കാട് പഞ്ചായത്തിലെ 1 വാർഡ് വിട്ടു നൽകാമെന്നും മുൻപ് ധാരണ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ മുൻപ് ലീഗ് മത്സരിച്ച 2 വാർഡുകളും കോൺഗ്രസ് നേതാക്കൾ തിരിച്ചെടുത്ത ഇഷ്ടക്കാർക്ക് നൽകിയെന്നാണ് ആരോപണം. രാജാക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസ് ഒരു എഗ്രിമെന്റ് വെച്ചിരുന്നു. 9ാം വാർഡ് ഇപ്രാവശ്യത്തെ 2025 തെരഞ്ഞെടുപ്പിൽ രാജാക്കാട് പഞ്ചായത്തിലെ 9ാം വാർഡ് മുസ്ലിം ലീഗിന് നൽകാമെന്നുള്ള നിബന്ധന പോലും, എഗ്രിമെന്റ് പോലും അട്ടിമറിക്കപ്പെട്ട് മുസ്ലിം ലീഗിനെ അപമാനിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പെരുമാറിയത്. ജില്ലാ UDF നേതൃത്വം ഈ കാര്യത്തിൽ അനുകൂലമായിരുന്നെങ്കിലും ലീഗിന് 2 സീറ്റ് എന്നുള്ളത് ന്യായമായ ഒരു ആവശ്യമാണെന്ന് അവർ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളോട് സംസാരിക്കുകയും അക്കാര്യം ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന പ്രധാന 2 നേതാക്കന്മാർ അതിന് യാതൊരു മുഖവിലയും കൽപ്പിക്കാതെ അവരുടെ ഒരു പ്രത്യേകമായ ഒരു താല്പര്യം ലീഗിനെ ഒഴിവാക്കുന്ന അവസ്ഥയുമായി ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നെടുങ്കണ്ടം 7ാം വാർഡിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സിയാദ് കുന്നുകുഴിയും 16ാം വാർഡിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഷീദും രാജാക്കാട് 9ാം വാർഡിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KM സുധീറുമാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കന്മാർക്ക് മത്സരിക്കാൻ മറ്റ് ജനറൽ വാർഡുകൾ ഇല്ലാതെ വന്നതോടെയാണ് ലീഗിന്റെ സീറ്റുകൾ ഏറ്റെടുത്തത് എന്നാണ് അഭ്യൂഹം. എന്നാൽ ഇത് മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. ന്യൂസ് 18 ഇടുക്കി.